ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങ. എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത്. ഞാൻ വേറെ എവിടെ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ ഇനി ഈ വീട്ടിനകത്ത് നിനക്ക് സ്ഥാനമില്ല. ഇദ്ദേഹം ഒരു മെലിഞ്ഞ ആളല്ലേ, വലിയ സ്ഥലമൊന്നും ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടില് കുറച്ച് സ്ഥലം പോലും ബാക്കിയില്ലേ? ഇവനൊന്നിനും പ്രയോജനമില്ല. ഇവനൊരു വിഡ്ഢിയാണ്. ഞാനും ഒരു വിഡ്ഢിയാണ്, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ആരും പുറത്താക്കില്ല. എല്ലാവരും എപ്പോഴും ഒന്നായിട്ടിരിക്കണം, സുഹൃത്തുക്കളായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾക്ക് അറിയാത്തവരെ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ബഹുമാനിക്കാറുണ്ട്. ഓൾറെഡി ഒരുപാട് പേര് വീടില്ലാതെ കഷ്ടപ്പെടുന്നു, അപ്പൊ നിങ്ങൾ ഇവരെ പുറത്താക്കുന്നോ? ഇദ്ദേഹം എവിടെ തങ്ങും? മരത്തിന്റെ മേലെയോ? മരത്തിന്റെ മേലേക്ക് ആർക്കെങ്കിലും തങ്ങാൻ പറ്റുമോ? ചേട്ടാ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ചേട്ടാ, എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം പ്ലീസ്. നീ ഇവിടെ വേണ്ട, ഒരു പണി നീ എടുക്കാറില്ല. ദിവസം മുഴുവനും പ്രേതത്തെ പോലെയാ കറങ്ങി നടക്കുന്നത്. അദ്ദേഹത്തെക്കാൾ എന്റെ ചേട്ടൻ നല്ലവരാണ്. ഞാൻ പ്രേതമാണെങ്കിൽ പോലും അദ്ദേഹം എന്നെ വീട്ടിൽ താമസിപ്പിക്കും. നിങ്ങളൊക്കെ എന്ത് ചേട്ടാ? സോറി അനിയ, നീ എന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. വാ അനിയ, ഇനി നിന്നെ ഒരിക്കലും വീട് വിട്ട് പുറത്തേക്ക് അയക്കില്ല. സബാഷ്, ഇനിയും നിങ്ങൾ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ നിങ്ങൾ പ്രേതത്തെ പോലെ അലയിക്കൊന്നും വേണ്ട. നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഞങ്ങൾ പ്രേതത്തെ പോലും ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. ഞങ്ങൾ പ്രേതത്തെ പോലും ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. ഞങ്ങൾ പ്രേതത്തെ പോലും ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. ഇപ്പൊ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു വീട് കിട്ടിയല്ലോ. പോപ്പട്ട് പറഞ്ഞത് ശരിയാ. മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയ സന്തോഷം നൽകും. ആ ആ ആ ആ ആ. എന്നെ ആരോ പുറകില് ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നീ എത്രയാ കഴിക്കുന്നേ? നിന്റെ വായിക്കത്ത് ഒരു വലിയ പലവചന കട തന്നെ ഉണ്ട്. എനി ഡൗട്ട്? ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാ എന്നെ ഫോളോ ചെയ്യുന്നത്? അറിയില്ല, കാണാൻ പറ്റുന്നേ ഇല്ല. അതെന്താണ് കാണാൻ പറ്റാത്തത്? നിന്റെ പുറകെ പിശാചാണോ വരുന്നത്? പോപ്പട്ട്, നീ എന്താ ഇവരെ പോലെ സംസാരിച്ചു തുടങ്ങിയത്? സത്യമാണ് പറഞ്ഞത്, പ്രേതമായിരിക്കും. പ്രേതമാണെങ്കിൽ നമുക്കിവിടെ ഈ വീട്ടിൽ താമസിപ്പിക്കാം. നിന്നെ തന്നെ ഇവിടെ താമസിപ്പിക്കുമ്പോ പ്രേതത്തിനെ താമസിപ്പിക്കാതിരിക്കോ? ഹണി, കെച്ചപ്പ് ദാ. ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റോർ റൂമിൽ വെച്ചേക്ക്. ഞങ്ങൾ എല്ലാം മുറിയെ പണിയെടുക്കണം. നീ എന്നിട്ട് ഏത് സമയത്ത് തിന്നോണ്ടിരിക്കുക അല്ലേ മണി? Time for introduction. Hey ha. ആരെയാ നിങ്ങളൊക്കെ? ഞാനൊരു ആക്ടർ. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. നിങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ? വരൂ, ഞാൻ നിങ്ങൾക്ക് കൂട്ടിവിടാം. ഓ വാവ്. ഈ പ്ലേറ്റുകളൊക്കെ എങ്ങനെ പറക്കുന്നേ? ഞാനൊരു പ്രേതമാ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കഴിച്ചോളൂ. രക്ഷിക്കൂ, വേറെ ആർക്കെങ്കിലും കൊടുക്ക്. ഞാൻ പൊട്ടിത്തെറിക്കുന്നതാ തോന്നുന്നത്. ജടാ, നിനക്ക് തടങ്ങിയൂടെ? അയ്യോ, അത് ഞാനിങ്ങനെ തടയാനോ? ഇതാരാ? പ്രേതം. ഓ യാ. അല്ല, ഒരു ഡൗട്ട്, നിങ്ങൾ ആരാ? പേടി കാരണം ഞാനെല്ലാം മറന്നുപോയി. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, ഇതാണ് പ്രേതം. ഇവിടെ നോക്കൂ, ഞാനൊരു ആക്ടർ പ്രേതമാ. എന്റെ അകത്തുള്ള കലാകാരനെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ഞാൻ ഈ ലോകം വിട്ട് പോവേണ്ടി വന്നു. അതുകൊണ്ടാ ഞാൻ പ്രേതമായത്. നിങ്ങളെ കലാബോധത്തിന് ഇനിയും ചാൻസ് കിട്ടാൻ വഴിയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡ്യൂസറിന്റെ വീട്ടിലേക്ക് പോയിക്കൂടെ? പിന്നെ വേറെ ആരും വീട്ടിൽ പോവാത്തത് എന്താ? ഞാൻ എപ്പോഴും ഞാനാ ജോണി. ഇതുവരെ ആരും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല.
അതുകൊണ്ട് ഞാനും ആരുടെയും വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോവാറില്ല. വാവ്, എത്ര നല്ല ശീലമാ. വിളിക്കാതെ ആരുടെ വീട്ടിലും പോവില്ലത്രേ. അപ്പൊ ഇവിടെ ആരാ നിങ്ങളെ ക്ഷണിച്ചത്? ഈ ഹണിയാണ് ബണ്ണി, ഇവനാണ് പറഞ്ഞത്. ഞങ്ങള് പ്രേതത്തെ പോലെ വീട്ടിൽ താമസിപ്പിക്കും. ഞാൻ ആ മരത്തുമേ ഇരുന്ന് ടയർഡായി. ഇനി തൊട്ട് ഞാൻ ഇവിടെയാ താമസം. ഈ പ്രേതത്തിനെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇനി മര്യാദക്ക് ഇതിനെ പുറത്തേക്ക്. എന്താ പറഞ്ഞ പണി? നിനക്ക് എത്ര ധൈര്യം? ഞാൻ വെറും ഗ്യാസ് ആണെന്ന് വിചാരിച്ചോ? വെറും ലെമൺ സോഡ കുടിച്ച് എന്നെ പുറത്തേക്കാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ആ ഓ, എനിക്കിപ്പോ ഉറക്കം വരുന്ന സമയമായി. പോയി അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്യേ. ആ ശരി ശരി, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളെ പോലത്തെ നല്ലവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്ക് പോവാനാ? ഞാൻ ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെ. ഹും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാരും നിക്ക് നിക്ക് നിക്ക്, എല്ലാരും നിക്ക്. എന്തിനാ പേടിച്ചു ഓടുന്നേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിഥിയല്ലേ. ഓ, നമ്മൾ കളിക്കാൻ പോവാണോ? ഓക്കെ, നമുക്ക് കളിക്കാം. എന്നെ കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ടാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്ന് പ്രേതമാക്കി കളയും. എടാ പോപ്പട്ടെ, അവൻ ഇപ്പൊ തന്നെ പ്രേതമാണ്. അയ്യോ, പ്രേതത്തിന് എങ്ങനെയാ വീണ്ടും പ്രേതമാക്കുന്നേ? മറന്നുപോയല്ലോ. എനി ഡൗട്ട്. ഞാൻ പ്രേതമായതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ലാ, 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 ലാ. എന്റെ കൂട്ടുകാരനെ പേടിപ്പിക്കുന്നോ? ഞാനാണ് ബലാവ്. എവിടെ കഥവ് തുറന്നിരുന്നാലും ഞാൻ അവിടേക്ക് കയറി വരും, കേട്ടോ? സിംഹത്തിന്റെ കൂടെയാണോ കളി? സ്മാർട്ട് ബോയ്സ്, സിംഹത്തിന് കളിക്കാൻ വളരെ ഇഷ്ടമാ. നന്നായി, എന്നെ കൊണ്ട് പറക്കാൻ പറ്റുന്നു. എനി ഡൗട്ട്. പ്രേതങ്ങളെ കൊണ്ടും പറക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ടയർഡായ ഞാൻ അങ്ങ് വീണു പോവും. അതുകൊണ്ട് നീ എന്നെ ചുമന്നു. ചിലപ്പോ ഒക്കെ ഞാൻ സൂപ്പർമാൻ ആയെന്നാ എന്റെ തോന്നല്. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഹീറോയിൻ കിറ്റി. ഹീറോയിൻ കിറ്റി, ഞാൻ നിങ്ങളുടെ എത്ര വലിയ ഫാനാന്ന് ഞാൻ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഹേ കിറ്റി, ഞാൻ നിന്റെ ഫാൻ അല്ല, AC ആണ് കിറ്റി. ഇവരെ ഇവിടുന്ന് പുറത്തേക്കാൻ ഐഡിയ കിട്ടി. കിട്ടി, വാ നമുക്ക് സ്റ്റോറി ഡിസ്കസ് ചെയ്യണം. സ്റ്റോറിയാ? കിട്ടീന്റെ ഒപ്പം ഞാൻ ഒരു സിനിമ ചെയ്യുന്നില്ലേ, അതിനെ കുറിച്ച്. സിനിമയോ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്. ടാടാ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എന്ത് ഫിലിം? പുറത്തൊരു ആക്ടർ പ്രേതമുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. ആ പ്രേതത്തിന് ആക്ടിങ് എന്ന പേരിൽ വേണം ഇവിടുന്ന് പുറത്താക്കാൻ, മനസ്സിലായോ? ശരി ബണ്ണി. അനിയ ബണ്ണി, നീ ഇവിടെ പടം എടുത്തോണ്ടിരിക്കാണോ? അതെ, ഞാൻ പ്രൊഡക്ഷൻ ഹെഡ്, ജോർദാർ കോസ്റ്റ്യൂം ഡിസൈനർ. കിറ്റിയാണ് ഹീറോയിൻ, പോപ്പറ്റ് ക്യാമറാമാൻ, പിന്നെ നമ്മുടെ ഹണി ഡയറക്ടർ. ഡയറക്ടർ. ഞങ്ങളൊരു ഹൊറർ ഫിലിം എടുക്കാൻ പോവാ. അതിന്റെ ഹീറോ പ്രേതമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹീറോനെ കിട്ടിയില്ല. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം. ഞാനൊരു പ്രേതമാ, പക്ഷെ എന്റെ അകത്ത് ഒരു ഹീറോ ഉണ്ട്. നിങ്ങളുടെ തെരച്ചിൽ കഴിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത്. ആഹാ, ഓഹോ, ആഹാ. ഞങ്ങൾ എടുക്കുന്നത് പീരിയഡ് ഫിലിം ഒന്നല്ല, നിനക്കൊന്നും അതിന് പറ്റില്ലെന്നേ. എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റില്ലെങ്കിലും ഞാൻ അതിനെ വിടത്തില്ല. എടോ, ക്യാരക്ടറിലേക്ക് വാ. 20 വർഷത്തിന് മുമ്പ് ഉള്ളതൊക്കെ ഇവിടെ ആവശ്യമില്ല. എനി ഡൗട്ട്. ഇപ്പൊ എന്താ നോക്ക്, ആക്ഷൻ പറയും. ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നോക്ക്. ആക്ഷൻ. അയ്യോ, അമ്മ എന്താ പറഞ്ഞെന്ന് അറിയോ? ഡയലോഗ് അല്ല, ആക്ഷൻ. ഇങ്ങനെ. ആക്ഷൻ പറഞ്ഞാ ചെയ്യത്തില്ലെന്നോ? ഇപ്പൊ മനസ്സിലായോ? എന്നെ കൊണ്ട് അടിച്ചും പണിയെടുപ്പിക്കാൻ പറ്റും. അയ്യോ, അടി മേടിക്കുന്ന എനിക്ക് പേടിയാ സാർ. ഹീറോയിൻ ഞാനാ.
എന്റെ ഡയലോഗ് പറഞ്ഞ് എന്റെ ഫുട്ടേജ് നീ നശിപ്പിക്കരുത്. ആ ദേ നോക്ക്, ഞാൻ നിന്റെ അടുത്ത് പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹേയ് പങ്കജ് പരാഗ് ഹിറ്റ് ആയി പോയി. നീ അങ്ങനെ പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ്? നീ പോയിക്കോ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതും ഞങ്ങൾ പറഞ്ഞു തരണോ? ആക്ടർ ഞങ്ങളാണോ അല്ല നീയോ? നിന്നെ കൊണ്ട് പറ്റില്ല, കാരണം നിനക്ക് ആക്ടിങ് അറിയില്ല. ആദ്യം ചെന്ന് ആക്ടിങ് എന്താണെന്ന് പഠിക്ക്, കോഴ്സ് ചെയ്യ്, പ്രാക്ടീസ് ചെയ്യ്, എന്നിട്ട് വാ. ഓക്കെ. പക്ഷെ അതിനൊരു 3-4 വർഷം ആവൂലോ. അതിനിടയ്ക്ക് നിങ്ങൾ പടം എടുത്തു കഴിയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ഡെഡിക്കേറ്റഡ് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാനാ താല്പര്യം. ഞാൻ കാത്തിരിക്കും. അത് മാത്രല്ല, ഹീറോന്റെ ക്യാരക്ടർ ഒരു പ്രേതത്തിന്റെ ക്യാരക്ടർ അല്ലേ? ഈ കാലഘട്ടത്തിൽ പെട്ടെന്നൊന്നും പ്രേതത്തിന് കിട്ടാറില്ലല്ലോ. നീ പോയിട്ട് ശരിക്കും പഠിച്ചിട്ട് വാ. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ. താങ്ക് യു കിട്ടി, നീ കാരണം ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടത്. എന്നെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് നന്ദി പറയണം. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് താങ്ക്സ് പറഞ്ഞത്. ചെല്ല്, ഒരുപാട് സമയമായി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പറയുന്ന പണികളൊന്നും നീ എടുക്കാറില്ല. പക്ഷെ എന്തിനാ എനിക്ക് വേണ്ടി നീ നന്ദി പറഞ്ഞത്?